ഈ KC വേണുഗോപാലിന് എന്ത് കഴിവുണ്ടായിട്ടാണ് അയാൾ ദേശീയ ജനറൽ സെക്രട്ടറി? മര്യാദയ്ക്ക് അയാൾക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയാവോ? മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയാവോ? പക്ഷേ അദ്ദേഹത്തിന് നല്ല പിടിപാടാണ്. അല്ല അതെ, ആ പിടിപാട് സംബന്ധിച്ച് എനിക്ക് ലിയോട് സംസാരിക്കാൻ വയ്യ. ലിയോനോട് ഷാജാനെ മിണ്ടി പോരെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല. ഒരുപാട് കഥകൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ മറ്റേ സോളാർ അഴിമതി സമയത്തൊക്കെ നമ്മൾ കേട്ടത് ഇപ്പോഴൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. കപിൽ സിബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകൻ ഉണ്ടായിരുന്നു. അയാൾ പോയി അയാളെ സമാജ്വാദി പാർട്ടി അയാളെ രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ എത്ര നേതാക്കൾ. ഇയാൾ അവിടെ ഇരിക്കുക. ഇയാൾക്ക് മലയാളം ഇംഗ്ലീഷ് പോലും പറയാൻ അറിയാൻ മേലാത്ത ഇയാൾ അവിടെ ഇരിക്കുക. എത്ര തിരഞ്ഞെടുപ്പുകൾ വന്നു. മഹാരാഷ്ട്രയിൽ തോറ്റു, പിന്നെ ഹരിയാനയിൽ തോറ്റു. എവിടെയാണ് ജയിച്ചത്? രാജസ്ഥാനിൽ തോറ്റു, മധ്യപ്രദേശിൽ തോറ്റു, എല്ലായിടത്തും തോറ്റു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റു. ഇപ്പോൾ ബീഹാർ വരാൻ പോവാണ്. ബീഹാറിൻ്റെ ഇയാളുടെ കൂടെ പോയാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. അയാൾ അവിടെ ചെന്നു. ഇയാൾ കാണിക്കുന്ന ചെറ്റത്തരം കേരളത്തിലെ കോൺഗ്രസിനെ കൊന്ന് കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇനിയെങ്കിലും ഈ നേതാക്കന്മാർ മനസ്സിലാക്കണം. ഇയാൾ ഒരൊറ്റയാൾ കാരണമാണ് ഇത് ഇവിടെ ഈ കോൺഗ്രസ് മലയാളത്തിൽ പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഗോയിങ് ടു ഡോഗ്സ് എന്ന് പറയുന്നത്. കാരണം ഇയാൾക്ക് പറ്റിയ ആളെ ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വരണം. അയാൾ വിചാരിക്കുന്ന അയാളെ ഇവിടെ എല്ലാം സ്വീകരിച്ച് അയാൾ വന്ന ഉടനെ മുഖ്യമന്ത്രിയായി ഇരുത്താൻ ആളുകളെന്നാണ് അയാളുടെ ധാരണ, തെറ്റിദ്ധാരണ. കാശിന് കൊള്ളാത്ത ഒരു നേതാവാണ് അയാൾ. അയാളാണ് ഇപ്പോൾ ഈ ആന്റോ ആന്റണിയെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ പോകുന്നത്. ഞാൻ അല്ലിയോട് പറയാം, ആന്റോ ആന്റണിയെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചാൽ കോൺഗ്രസിനുണ്ടാകാൻ പോകുന്നത് അഭൂതപൂർവമായിട്ടുള്ള പൊട്ടിത്തെറിയായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അതിനപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. അതായത് പാർട്ടി പിളർപ്പിലേക്ക് പോകുമെന്നാണോ പറയുന്നത്? വലിയ പൊട്ടിത്തെറി ആയിരിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം പാർട്ടിയുടെ ഒരു അണിക്ക് പോലും ഇയാളോട് യോജിക്കാം